ലോകത്ത് സമാധാനം തകർക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും ഇസ്രയേലിന്റെയും ഏകപക്ഷീയമായ ആക്രമണങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സംഘടിപ്പിച്ച യുദ്ധവിരുദ്ധ സമാധാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യ ഇന്ന് സാമ്രാജ്യത്വത്തിനൊപ്പം നിൽക്കുന്നത് വളരെ അപമാനകരമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സാമ്രാജ്യത്വ ഭരണകൂടത്തിന്റെ യുദ്ധവെറിക്കെതിരെയാണ് LDF യുദ്ധവിരുദ്ധ സമാധാന സമ്മേളനം സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ആക്രമണങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളെ ഉത്കണ്ഠയിലാക്കിയിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. യുദ്ധം നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ഓരോ കുടുംബങ്ങളിലും ഇതിന്റെ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരിക്കൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഒപ്പമായിരുന്ന ഇന്ത്യ ഇന്ന് സാമ്രാജ്യത്വ ശക്തികളോടൊപ്പം നിൽക്കുന്ന നിലപാടാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ലോക സാമ്രാജ്യത്തിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോകത്ത് നൽകിയ സന്ദേശം സാമ്രാജ്യത്വ വിരുദ്ധ ചേരിയിലാണ് ഇന്ത്യ എന്നായിരുന്നു. പിന്നീട് നാം കണ്ടത് എന്താ? BJPയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടുള്ള സാമ്രാജ്യത്വ പ്രീണനം. തങ്ങൾക്ക് വിധേയമല്ലാത്ത രാഷ്ട്രങ്ങളെ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ നിലപാടെന്ന് മുഖ്യമന്ത്രി. ജനാധിപത്യ രീതി നിലനിന്നിരുന്ന അഫ്ഗാനിസ്ഥാനെ പ്രതിക്കൂട്ടിലാക്കിയത് അമേരിക്കയാണെന്നും യഥാർത്ഥത്തിൽ താലിബാനെ സൃഷ്ടിച്ചതും തീവ്രവാദത്തിന് ആയുധം ഉൾപ്പെടെയുള്ള എല്ലാ സഹായങ്ങളും നൽകിയത് അമേരിക്കയാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. തങ്ങൾക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ എവിടെ നടന്നാലും അക്രമം അഴിച്ചു വിടുന്നതാണ് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ ശൈലിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദീർഘമായ സാമ്രാജ്യത്വ വിരുദ്ധ പാരമ്പര്യത്തിന് ക്ഷതമേൽപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ നിലപാടെന്നും അമേരിക്കൻ അധിനിവേശത്തിനെതിരെ നടത്തിയ യുദ്ധവിരുദ്ധ സമാധാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.